നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കേരളത്തിന് അർഹമായ സാമ്പത്തിക വിഹിതം കേന്ദ്രം നൽകുന്നില്ല എന്ന കള്ളം വീണ്ടും ആവർത്തിച്ച് CPMന്റെ നേതാക്കൾ വരുന്നു. കേന്ദ്ര സർക്കാർ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണെന്നാണ് ഇവരുടെ വാദം. 18 UDF എംപിമാരും കേരള വിരുദ്ധരാണെന്നാണ് CPM ഇപ്പോൾ കണ്ടെത്തുന്നത്. കേരളത്തിന് അർഹമായ സാമ്പത്തിക വിഹിതം നൽകാതെ അവഗണിക്കുക വഴി കേന്ദ്ര സർക്കാർ ജനങ്ങളെയാണ് വെല്ലുവിളിക്കുന്നതെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വാദം. 7 കൊല്ലം കൊണ്ട് കേരളത്തിന് കിട്ടേണ്ട 1,07,500,00,000 രൂപ കേന്ദ്ര സർക്കാർ നിഷേധിച്ചു എന്നാണ് MV ഗോവിന്ദന്റെ വാദം. കഴിഞ്ഞ 7 കൊല്ലം കൊണ്ട് കേരളത്തിന് കിട്ടേണ്ട 1,07,500,00,000 രൂപയാണ് കേന്ദ്ര സർക്കാർ നിഷേധിച്ചതെന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. എന്നാൽ ഇവിടുത്തെ പ്രതിസന്ധി കേന്ദ്ര സർക്കാർ മൂലമാണെന്ന് ജനം അറിയരുതെന്ന നിലപാടാണ് UDFനുള്ളതെന്ന് UDFനെയും കുറ്റപ്പെടുത്തുന്നു. കേരളത്തിൽ നിന്നുള്ള 18 UDF എംപിമാർ കേരള വിരുദ്ധരല്ലാതെ കേന്ദ്ര നിലപാടുകൾക്കെതിരെ ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല. എല്ലാ വികസനത്തെയും എതിർക്കുമെന്ന് പരസ്യ നിലപാടെടുക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് മുമ്പ് കേരളത്തിലുണ്ടായിട്ടില്ല. കേന്ദ്ര നയങ്ങളോടുള്ള UDFന്റെ അനുകൂല നിലപാടും UDF എംപിമാരുടെ നിഷ്ക്രിയത്വവും തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ വിലയിരുത്തും. നരേന്ദ്രമോദി അധ്വാനിക്കുന്നത് അംബാനിയെയും അദാനിയെയും ലോക മുതലാളിമാരാക്കാനാണ്. രാജ്യത്തെ ഭരണവർഗത്തിന്റെ നിലപാട് മൂലമാണ് ഇവരുടെ സഞ്ചിത മൂലധനം വർദ്ധിച്ചത്. രാജ്യത്തെ ഹിന്ദുരാഷ്ട്രമാക്കുന്നതും ഈ കോർപ്പറേറ്റ് മുതലാളിമാർക്ക് വേണ്ടിയാണ്. എക്സിക്യൂട്ടീവിന് തെറ്റുപറ്റിയാൽ തിരുത്തേണ്ടവരാണ് ജുഡീഷ്യറി. എന്നാൽ ആ ജുഡീഷ്യറിയെ പോലും എക്സിക്യൂട്ടീവിന്റെ ഭാഗമാക്കി മോദി സർക്കാർ മാറി. കേരളത്തിന് അർഹമായ സാമ്പത്തിക വിഹിതം നൽകാതെ അവഗണിക്കുക വഴി കേന്ദ്ര സർക്കാർ ജനങ്ങളെയാണ് വെല്ലുവിളിക്കുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നു. 1,07,500,00,000 രൂപ എന്നത് കള്ളക്കണക്കാണെന്ന് കേന്ദ്ര സർക്കാർ വളരെ കൃത്യമായി തന്നെ നേരത്തെ പറഞ്ഞിട്ടുമുണ്ട്. കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ കേരളത്തിലെ അഴിമതിയും കെടുകാര്യസ്ഥതയും മൂലമാണ് ഇവിടെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നതെന്നും 1 പൈസ പോലും കൊടുത്തു തീർക്കാനില്ലെന്നും വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുമുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരസ്യ നിലപാടുമായി ഇവർ മുമ്പോട്ട് വരുന്നതെന്ന് വ്യക്തമാകുന്നില്ല. ഏതായാലും കേന്ദ്രമെടുക്കുന്ന തീരുമാനങ്ങൾക്കെതിരെ രംഗത്ത് വരുന്ന കേരളം കേന്ദ്രത്തിന്റെ സാമ്പത്തിക സ്ഥിതി, അതായത് കേന്ദ്രം പലവട്ടം, കേന്ദ്രം മാത്രമല്ല റിസർവ് ബാങ്ക് അടക്കമുള്ളവർ ഇവിടുത്തെ അഴിമതിയും സ്വജനപക്ഷപാതവും അതുപോലെ തന്നെ നിഷ്ക്രിയത്വവും ഒക്കെ തന്നെ ചൂണ്ടിക്കാട്ടിയതാണ്. കടമെടുക്കുന്ന മുഴുവൻ തുകയും ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും നൽകാൻ മാത്രമായി ചെലവഴിക്കുമ്പോൾ മറ്റു തരത്തിലുള്ള വരുമാന മാർഗങ്ങളൊന്നും കിട്ടുന്നില്ല. ടാക്സുകൾ സമയത്ത് പിരിച്ചെടുക്കുന്നില്ല. അങ്ങനെ കിട്ടേണ്ട തുക പോലും വാങ്ങിക്കാതെ കേന്ദ്ര സർക്കാരിനെ നിരന്തരം കുറ്റം പറഞ്ഞുകൊണ്ടാണ് കേരളത്തിലെ സർക്കാർ പോകുന്നതെന്ന് വ്യക്തമാവുകയാണ്. ഇപ്പോൾ കോൺഗ്രസിനെ കൂടി കുറ്റം പറയുന്നു. കോൺഗ്രസിന് വളരെ കൃത്യമായി തന്നെ ധാരണയുണ്ട് കേന്ദ്രം ഒരു തരത്തിലും കേരളത്തെ ഞെരുക്കുന്നില്ല എന്ന്. അതുകൊണ്ട് കേന്ദ്രത്തെ കുറ്റപ്പെടുത്താൻ കേരളത്തിലെ വലതുപക്ഷ എംപിമാർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിന് ശ്രമിക്കുന്നില്ല എന്നതുകൊണ്ടാണ് ഇപ്പോൾ അവരെയും തെറി പറഞ്ഞുകൊണ്ട് MV ഗോവിന്ദൻ രംഗത്ത് വന്നിരിക്കുന്നത്. MV ഗോവിന്ദൻ ഇപ്പോൾ ഈ എക്സിക്യൂട്ടീവിനെ മാത്രമല്ല ജുഡീഷ്യറിയെ കൂടി പറഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ എക്സിക്യൂട്ടീവിന് തെറ്റുപറ്റിയാൽ തിരുത്തേണ്ട ജുഡീഷ്യറിയെ പോലും എക്സിക്യൂട്ടീവിന്റെ ഭാഗമാക്കി എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് കോടതികൾക്കെതിരെയുള്ള പരാമർശമാണ്, നിയമത്തിനെതിരെയുള്ള വെല്ലുവിളിയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഏതായാലും കോടതികളെ കൂടി ഇപ്പോൾ ഈ പരിധിയിലേക്ക് വലിച്ചിഴച്ചിരിക്കുകയാണ് MV ഗോവിന്ദൻ എന്ന് വ്യക്തമാവുകയാണ്.